വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ യുവർ നാഫി. നിങ്ങൾ 8ാം ക്ലാസ്സിലെ എക്സാം എഴുതി ഇനി 9ാം ക്ലാസ്സിലേക്ക് പോകാനിരിക്കുന്ന ആളുകളാണ്. 2027 മാർച്ചിൽ നിങ്ങൾ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ എക്സാം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എക്സാമിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ 8ാം ക്ലാസ്സിൻ്റെ എക്സാമും അതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇപ്പം ഇനി ജസ്റ്റ് 9ലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിയ പുതുതായിട്ട് 9ാം ക്ലാസ്സിലേക്ക് പാസ്സായി എത്തിയ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ അവർക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പലരും 8ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങൾ എക്സാമിൽ മിനിമം മാർക്ക് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതേ ഒരു സിസ്റ്റമാണ് നിങ്ങൾ 9ലെത്തിയാലും അടുത്ത കൊല്ലം 10ലും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം 2027 മാർച്ചിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ന സമ്പ്രദായമുണ്ട്. ആ മോഡൽ എക്സാമിലും നിങ്ങൾ മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിലേക്ക് ഇരുത്തുള്ളൂ. അതായത് 30% മാർക്ക്, അതായത് 2027 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി 9ാം ക്ലാസ്സിൽ എത്തിയ വിദ്യാർത്ഥികൾ മോഡൽ എക്സാമിന് 30% മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങളെ 10ാം ക്ലാസ്സിലേക്ക് അങ്ങോട്ടേക്ക് ഇരുത്തുള്ളൂ. അപ്പോൾ നിങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു എല്ലാ കാര്യങ്ങളും സെറ്റായിക്കൊണ്ടിരുന്ന ബാച്ച്. നിങ്ങൾ 8ാം ക്ലാസ് നിങ്ങൾക്ക് ഓൾ പാസ് ഒഴിവാക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് തോറ്റ ആളുകൾക്ക് എക്സാം കൊണ്ടുവന്നു. ഇനി 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതേ സിസ്റ്റത്തിനാണ് മിനിമം മാർക്ക് 30% മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. അപ്പോൾ 9ാം ക്ലാസ് നിങ്ങൾക്ക് എന്ത് വേണം, 30% മാർക്ക് വേണം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിക്കുമ്പോൾ മോഡൽ എക്സാമിന് 30% മാർക്ക് വേണം. അതുപോലെ ആ 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാം എഴുതിക്കുള്ളൂ. ആ പബ്ലിക് എക്സാമിന് 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ദിവസവും 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റാകും, നിങ്ങൾക്ക് അടിപൊളിയാകും, നിങ്ങൾക്ക് ഉഷാറാവും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ജിൽജിലായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഉഷാറായി പഠിച്ചാൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലെത്തി, അടുത്തുള്ള 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ കൊല്ലങ്ങളിലൊക്കെ നിങ്ങൾ മിനിമം മാർക്ക് അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.